അത് മുഖ്യമന്ത്രിയുടെ വിവാഹം നടക്കുന്നത് ഈ മാസം ആദ്യത്തോടും കഴിഞ്ഞ മാസം അവസാനം. എൻ്റെ വിവരാശാപേക്ഷ ചെല്ലുന്നത് ജൂലൈ 8-ാം തീയതിയാണ്. അത് മറ്റൊന്നുമല്ല, സമൂഹത്തിൻ്റെ നികുതി പണം കൊണ്ടാണ് നമ്മുടെ പോലീസ് സേന ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഹെലികോപ്റ്ററിൻ്റെ പ്രതിമാസ വാടക എത്ര രൂപയാണെന്നും ഈ ജൂലൈ 31 വരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിക്കാനായിട്ട് എയർ ആംബുലൻസ് എന്ന രീതിയിൽ സംസ്ഥാനത്ത് നിരവധി തവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര തവണയാണെന്നും അത് എന്നാണ് ഉപയോഗിച്ചതെന്നും ഉള്ള വിശദമായ ഒരു 7 ചോദ്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആസ്ഥാനത്തുള്ള നമ്മളെ മറുപടി ഈ അപേക്ഷ തള്ളിക്കളയുന്നൊരു സമീപനമാണ്. അതായത് ഈ ഹെലികോപ്റ്ററുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും പോലീസിൻ്റെ രഹസ്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ കഴിയില്ല എന്നും അത് ഈ രഹസ്യ വിഭാഗത്തെ സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയത് കാരണം ഈ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ കഴിയില്ലെന്നുമാണ് പോലീസ് ആസ്ഥാനത്തുള്ള മറുപടി. നമ്മളതിനെ ഉടൻ തന്നെ അതിൻ്റെ 1-ാം അപ്പീൽ ഉടൻ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ച് ഈ പ്രവർത്തിക്കുന്ന ഈ ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചുള്ള വിവരം എന്ത് രഹസ്യാത്മകമായതുകൊണ്ടാണ് പുറത്തുവിടാൻ കഴിയാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ചിലവുകളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ എല്ലാ നികുതി പണമാണ്. അപ്പോൾ അതിലൊരു സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അത് ബോധപൂർവം ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ സ്വകാര്യ ആവശ്യത്തിന് നമ്മുടെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് വീണ്ടും പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ അപേക്ഷയ്ക്ക് മറുപടി നൽകാതെ മടക്കിയതെന്ന് വേണം കരുതാനായിട്ട്. ഇതിനു മുൻപ് ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവരാവകാശ രേഖ അപേക്ഷ സമർപ്പിച്ചപ്പോൾ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഈ കഴിഞ്ഞ മാസം തന്നെ കോട്ടയത്ത് നിന്നുള്ള തോമസ് എന്നൊരു വ്യക്തിക്ക് വിവരാവകാശാപേക്ഷയ്ക്ക് മറുപടിക്ക് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം അപ്പീൽ സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോധപൂർവം തരാത്തത് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ അപ്പീൽ സമർപ്പിച്ചു, സമയം നീണ്ടു കളയാം, അതായത് കൃത്യസമയത്ത് നമുക്ക് മറുപടി കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടുന്ന നീതി ലഭിക്കാതെ പോകും. അപ്പോൾ അതിൻ്റെ ബോധപൂർവം തരാത്തത് തന്നെയാണ്. ഇതിനു മുമ്പും ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ പലരും വിവരാവകാശ പ്രവർത്തന അപേക്ഷകൾ സമർപ്പിച്ച് മറുപടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മാസം 80 ലക്ഷം രൂപയാണ് അതിൻ്റെ വാടക എന്നുള്ളതൊക്കെ വിവരങ്ങൾ പുറത്തു വന്നത്. അല്ലാണ്ട് സർക്കാർ സ്വമേധയെ പുറത്തു വിട്ടതൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ രേഖ അപേക്ഷ പ്രകാരം പുറത്ത് കൊടുത്തിരുന്നു. പലരും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ ലഭിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി അങ്ങനെയാണ് ഇതിൻ്റെ വിവരങ്ങൾ പലതും പുറത്തു വന്നത്. ഇത്ര 28 കോടി 25 കോടിയാണ് ചിലവഴിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ വാടക ഇത്രയാണെന്നും ഇത് പറക്കാൻ എത്ര മണിക്കൂറാണ് ഒരു മാസം പറക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ വീണ്ടും പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് ഇങ്ങനെ ഈ മറച്ചു വയ്ക്കുന്നത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.